എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ദിവസമേ നമ്മുടെ ബിഗ് ബോസിലെ അനീഷും അനുവും തമ്മിലൊരു ടോം ആൻഡ് ജെറി ഗെയിം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അത് ഗെയിം എന്ന് ഞാൻ പറഞ്ഞത് ഒരു ഈണത്തിന് പറഞ്ഞതേ ഉള്ളൂ. അനീഷിൻ്റെ മനസ്സിൽ ഇപ്പോഴും ഒരു ഈഗോയും ജലസിയും ഒക്കെ ഉണ്ട് എന്ന് വെളിവാക്കുന്ന ഒരു പോസ്റ്റാണ് അനീഷിൻ്റെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിൽ കണ്ടത്. മൈൽ സ്റ്റോൺ മേക്കേഴ്സിൻ്റെ അവാർഡ് നൈറ്റിൽ അനുമോളും ആർട്ടിസ്റ്റ് പ്രിയങ്ക അനൂപും കൂടി ചേർന്നിട്ട് അനീഷിന് മൊമൻറ്റോയും അതുപോലെ തന്നെ ഗിഫ്റ്റും സർട്ടിഫിക്കറ്റൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഫോട്ടോയാണ് അനീഷ് ഇൻസ്റ്റയിൽ ഷെയർ ചെയ്തത്. അതിലെഴുതിയിരിക്കുന്ന ക്യാപ്ഷനായിരുന്നു ചർച്ചയ്ക്ക് വഴിയൊരുക്കിയത്. അതിൻ്റെ പിന്നാലെ അനുമോൾ കുറച്ച് സ്റ്റോറീസുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നമ്മളത് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ റിയാക്ഷൻ വീഡിയോയുടെ താഴെ ഒരു 85-90% ആൾക്കാരും അനുമോളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും ബാക്കി ഒരു 15% ആൾക്കാർ അനീഷിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വന്നു. ആ 15% ആൾക്കാരിൽ കുറച്ച് പേരുടെ ഒരു ചോദ്യമായിരുന്നു, അനുമോളും ഇതിനകത്ത് തെറ്റുകാരിയല്ലേ എന്നൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. ആ സ്റ്റോറി ഇട്ട് അങ്ങനെ ഇടേണ്ട കാര്യമുണ്ടായിരുന്നോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് കൺഫ്യൂസ്ഡ് ആയി. അനീഷ് അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടു, അതിൻ്റെ പേരിൽ മാത്രം അനു ഇങ്ങനെയൊക്കെ എഴുതിയിടുമോ? കാര്യം ഇതിന് മുൻപ് ഒരിക്കലും അനുവിൻ്റെ പ്രൊഫൈലിൽ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ആയിട്ടോ പോസ്റ്റായിട്ടോ ഒന്നും ഇത്തരം വാചകങ്ങളൊന്നും കണ്ടിട്ടില്ല. ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. അനു അങ്ങനെ ആരെങ്കിലും വിമർശിച്ച് സംസാരിക്കുന്നതോ അല്ലെങ്കിൽ മോശമായിട്ട് സംസാരിക്കുന്നതോ മോശക്കാരനാക്കി ഒന്ന് ഇറങ്ങി പോടോ എന്ന് പറയുന്ന ആ രീതിയിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് എനിക്കൊന്ന് കമൻറ്റ് ചെയ്യൂ. അത് എന്തുകൊണ്ട് ചെയ്തു എന്നുള്ളത് ഇപ്പോൾ മൈൽ സ്റ്റോൺ മേക്കേഴ്സ് അതിൻ്റെ വിഷ്വൽ പുറത്തുവിട്ടിട്ടുണ്ട്. അത് കണ്ടപ്പോഴാണ് മനസ്സിലായത് എത്ര മാത്രമാണ് ഒരു പെൺകുട്ടിയെ അത്രയും അധികം ആൾക്കാരുടെ മുന്നിൽ വെച്ചിട്ട് അനീഷ് ഇൻസൾട്ട് ചെയ്തതെന്നുള്ളത് ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ വെച്ച് സംസാരിച്ചാൽ പോലും അനീഷിനെ സ്നേഹിക്കുന്ന കുറേ അധികം ആൾക്കാർ അതിനെ അക്സെപ്റ്റ് ചെയ്യില്ല. അനീഷ് ആ പറഞ്ഞാൽ എന്താ തെറ്റ് എന്ന് ചോദിക്കത്തുള്ളൂ. ബിഗ് ബോസിനകത്തുള്ള കാര്യം അവിടെ കഴിഞ്ഞു. ഇതിനകത്ത് മീര അനിലാണ് ആങ്കറായിട്ട് നിൽക്കുന്നത്. അവരൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അവർ ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത്, ഇപ്പോഴത്തെ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ഏത് ലെവലിലാണ് നിൽക്കുന്നത്? ഇതാണ് ചോദിക്കുന്നത്. അതിന് അനീഷ് പറയുന്നൊരു മറുപടിയുണ്ട്. ഞങ്ങൾ തമ്മിലിപ്പോൾ പ്രൊഫഷണൽ റിലേഷൻ മാത്രമേ ഉള്ളൂ, അതിലുപരി വേറെ ഒന്നുമില്ല. ഓക്കെ, നല്ല മറുപടി. അതിന് ശേഷം പറയുന്നൊരു ഡയലോഗുണ്ട്. അനീഷ് ശരിക്കും എക്സ്പോസ്ഡ് ആവുകയാണ്. ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ ബിഗ് ബോസിനകത്ത് വന്ന് ഇപ്പോൾ സാധാരണക്കാരിലും താഴേക്ക് അനീഷ് വീണുപോയി. ഇത്രയും ഒരു ജലസി തോന്നേണ്ട കാര്യമില്ല. കപ്പ് എന്തായാലും ഒരാൾ കൊണ്ടുപോയി. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു കപ്പ് ഒരാൾ കൊണ്ടുപോയി. അയാളുടെ പേരിൽ ഇനി സീസൺ 7 അറിയപ്പെടത്തുള്ളൂ. ഇപ്പോഴും ഞാനാണ് വിജയി ആവേണ്ടത് എന്നൊക്കെ തോന്നേണ്ട കാര്യമൊന്നുമില്ല. ശരിക്കും പറയുവാണെങ്കിൽ ബിഗ് ബോസ് സീസൺ 7 വിന്നർ ആവാൻ അർഹതയുള്ളത് നെവിനായിരുന്നു. എൻ്റെ കാഴ്ചപ്പാടിൽ നെവിനായിരുന്നു. എങ്കിലും ഞാൻ പോലും അവസാനത്തെ 3 ആഴ്ചയാണ് അനുമോളെ സപ്പോർട്ട് ചെയ്തത്. അതുവരെ സംസാരിച്ചിട്ടില്ല. അവസാനത്തെ 3 ആഴ്ചയാണ് അനുവിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കാരണം അനു ആ 3 ആഴ്ച കൊണ്ട് അവിടെ നേരിട്ട് ടോർച്ചറിങ് അത്രമാത്രം ഉണ്ടായിരുന്നു. ആ 3 ആഴ്ച കൊണ്ട് എല്ലാവരും കൂടി ഒന്നിച്ചങ്ങോട്ട് ആക്രമിക്കുകയായിരുന്നു. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ആ 3 ആഴ്ച കൊണ്ട് കാര്യങ്ങൾ മറിഞ്ഞതും അനീഷിനെ ഉൾപ്പെടെ ആൾക്കാർ തള്ളിക്കളഞ്ഞത്. അവസാനത്തെ ആ പ്രപ്പോസൽ സീനും അതിനുശേഷം നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടാകുമ്പോൾ ആ ഇഷ്ടം അയാൾ റിജക്റ്റ് ചെയ്താൽ പോലും നമ്മൾ അയാളുടെ കൂടെ നിൽക്കത്തുള്ളൂ. അയാൾക്കൊപ്പം അയാൾക്കൊരു ആശ്വാസമായിട്ട് നിൽക്കും. അതായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഞാനാണെങ്കിൽ അങ്ങനെ ചെയ്യത്തുള്ളൂ. പക്ഷേ അനീഷ് അവിടെ കളി നോക്കി നിന്നു. അതാണ് അനീഷിന് നെഗറ്റീവായത്. അകത്തുനിന്ന് പുറത്ത് പോയിട്ട് തിരിച്ചു വന്ന ആൾക്കാരാണ് ശരിക്കും അനുമോളെ വിജയിപ്പിച്ചത്. അത് തന്നെ പറയേണ്ടി വരും. ആൾക്കാരുടെ മനസ്സിലേക്ക് അനുവിനോടൊരു സിമ്പതി അല്ലെങ്കിൽ ഒരു സ്നേഹം അധികം തോന്നിച്ചത് പുറത്ത് പോയിട്ട് തിരിച്ച് ലാസ്റ്റ് സമയത്ത് അകത്ത് വന്ന ആൾക്കാരാണ്. അപ്പോൾ അതിനെ ഇനി അനീഷ് ദുഃഖിച്ചിട്ടോ അല്ലെങ്കിൽ എനിക്ക് കിട്ടേണ്ടതായിരുന്നു, ഇതിങ്ങനെ ആയിപ്പോയി എന്നൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല. സംഭവിച്ചു. ഇപ്പോൾ ഇവിടെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അനീഷ് പറയുന്ന കുറച്ച് കാര്യങ്ങൾ എനിക്കങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അവിടെയാണ് ഞാൻ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നത്. അനു പറയുന്നതും അനീഷ് പറയുന്നതും തമ്മിലുള്ള വ്യത്യാസം അവിടെയാണ്. നമുക്കത് കണ്ടു നോക്കാം. ആരാണെന്ന് ഞങ്ങൾ ഇവിടെ ഇത് അറിയാൻ പോവാണ്. ഡിജിറ്റൽ സൂപ്പർ സ്റ്റാർ ആരാണ് ശിവാങ്കി? പോയ വർഷം കലക്കി അടിച്ച് വേറെ ലെവലാ ചെയ്ത ഡിജിറ്റൽ സൂപ്പർ സ്റ്റാർ ഓഫ് ദ ഇയർ അവാർഡ് നൽകുന്നത്. ഞാൻ ലേക്ക് വാങ്ങാനായിട്ട് അനുമോളാണ്, ശിവാങ്കിയാണ് അവാർഡ് നൽകുന്നത്. ആദ്യം നിങ്ങളുടെ മെമന്റോ ശിവാങ്കി ഒന്ന് റിക്വസ്റ്റ് ചെയ്യാണ് നൽകാനായിട്ട്. ശിവാങ്കി പ്ലീസ് മെമന്റോ നൽകാണ്. ഡാസ്ലർ റിട്ടേൺ ഡിജിറ്റൽ സൂപ്പർ സ്റ്റാർ ഉള്ള അവാർഡാണ്. ഇനി ഞങ്ങളുടെ സർട്ടിഫിക്കറ്റ് നൽകുകയാണ്. സർട്ടിഫിക്കറ്റ് ശിവാങ്കി നൽകുന്നു. ഒപ്പം തന്നെ ഡാസ്ലർ റിട്ടേണിന്റെ ഗിഫ്റ്റും നൽകുന്നു. സർട്ടിഫിക്കറ്റ് ഓഫ് എക്സലൻസ് ആണ്. ഗിഫ്റ്റും കൂടി ശിവാങ്കി നൽകുന്നു. സോ അനു,
എന്താണ് അനു ഈ ഒരു മൊമെന്റിൽ പറയാനുള്ളത്? താങ്ക് യു ശിവാംഗി. ശിവാംഗിയുടെ കയ്യിൽ നിന്ന് ഈ ഒരു അവാർഡ് മേടിക്കാൻ കഴിഞ്ഞ ഒരുപാട് സന്തോഷം. എനിക്ക് അവാർഡ് കൊടുക്കാൻ പറ്റിയതിലും ഭയങ്കര സന്തോഷം. ഈ ഒരു അവാർഡ് എന്ന് പറയുന്നത് എൻ്റെ ഒരു ഒറ്റയാൾ വിജയമല്ല. ശരിക്കും പറഞ്ഞാൽ എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ ഓഡിയൻസാണ്. അപ്പോൾ അതിൽ ഒരുപാട് സന്തോഷം. പേരെന്താ, ഒത്തിരി സന്തോഷം. താങ്ക് യു. അപ്പൊ അനു എന്താണേലും അനുവിന് ഒരു ക്രൗണും കൂടി നൽകുകയാണ്. ശിവാംഗിക്കാണ് ഇതിനു മുമ്പിൽ ഞങ്ങൾ ഒരു ക്രൗൺ ചെയ്തത്. നിങ്ങൾക്ക് രണ്ടുപേർക്കുമാണ് ടൈറ്റിൽ വിനേഴ്സിനുള്ള അവാർഡ് ഞങ്ങൾ നൽകുന്നുണ്ട്. പ്രീതി പറക്കാടിനെ കൂടി ഞാൻ വേദിയിലേക്ക് ഒന്ന് വിളിക്കുകയാണ്. ശിവാംഗിയും പ്രീതിയും കൂടെ ചേർന്നിട്ട് അനുവിനുള്ള ഒരു ക്രൗൺ, ഞങ്ങളുടെ ഡിജിറ്റൽ സൂപ്പർ സ്റ്റാറിനുള്ള ക്രൗൺ ഞങ്ങൾ ഇവിടെ ഇത് അണിയിക്കുകയാണ്. നല്ലൊരു കൈഡി എടുക്കാം. അനുമോളാണ് ഞങ്ങളുടെ ഡിജിറ്റൽ സൂപ്പർ സ്റ്റാർ. കണ്ടല്ലോ ഇവിടെ അനുമോൾക്ക് കിട്ടിയ സമ്മാനങ്ങൾ എന്തൊക്കെയാണ്? മൊമൻറ്റോ കിട്ടി, സർട്ടിഫിക്കറ്റ് കിട്ടി, ക്രൗൺ കിട്ടി. ഇത് കൊടുത്തത് ശിവാംഗിയാണ്. ക്രൗൺ വെച്ചത് പറക്കാടിൻ്റെ MD ആണെന്ന് തോന്നുന്നു. അവരും കൂടി ചേർന്നിട്ട് പ്രീതി അവരും കൂടി ചേർന്നിട്ടാണ് ക്രൗൺ വെച്ച് കൊടുത്തത്. ഇതിനിടയ്ക്ക് അനു സംസാരിക്കുന്ന ആ സ്പീച്ച് നിങ്ങൾ കേട്ടു. അനുവിന് കിട്ടിയ അംഗീകാരം ഒറ്റയ്ക്കെടുക്കാനല്ല ആഗ്രഹിക്കുന്നത്. ജനങ്ങളുടെ സ്നേഹമാണ് അനുവിന് ഇത്രയും ഒരു അംഗീകാരം അല്ലെങ്കിൽ അവിടേക്ക് എത്തിച്ചതെന്നാണ് അനു പറയുന്നത്. ഇതേ ഒരു കാര്യം തന്നെയാണ് അനീഷിലേക്കും വന്നത്. അത് അനീഷ് പറയുന്ന വാചകങ്ങളുടെ നമുക്കൊന്ന് കേട്ട് നോക്കാം. അനു വളരെ മെച്ചുവേർഡായിട്ട് കിട്ടിയ പ്രൈസ് എല്ലാവർക്കും കൂടെയാണ് എന്ന് ഒരു വാചകത്തിൽ നിർത്തുമ്പോൾ അനീഷിൻ്റെ ഒരു രീതി നമുക്കൊന്ന് കണ്ടു നോക്കാം. അവിടെയാണ് എനിക്ക് അനീഷ് ഈ അല്പൻ ഐശ്വര്യം കിട്ടുമ്പോൾ അർദ്ധരാത്രി കൊടപിടിക്കുക എന്ന് പറയുന്ന ഒരു പഴമൊഴി അന്വർത്ഥമാക്കി മാറ്റിക്കളഞ്ഞു എന്ന് തോന്നിപ്പോയത്. കണ്ടു നോക്കാം. കാറ്റഗറി അനൗൺസ് ചെയ്യാൻ പോകുന്നത് ഞങ്ങളുടെ അനുക്കുട്ടി തന്നെയാണ്. സോ ഒപ്പം തന്നെ പ്രിയങ്ക ചേച്ചീനെയും കൂടി ഞാൻ എന്ന് വിളിക്കുന്നു. പ്രിയങ്ക അനുവാണ് അനൗൺസ് ചെയ്യാനായിട്ട് ഒരുങ്ങുന്നത്. ഡാസ്ലർ സ്റ്റാർ ഓഫ് ദി ഇയർ ഡിജിറ്റൽ മീഡിയ സ്റ്റാർ ഓഫ് ദി ഇയർ ഡാസ്ലർ ഇയർ 2025 ആരാണ് അനു? ഇത് പറയുമ്പോൾ അനുവിൻ്റെ മുഖം നിങ്ങൾ ശ്രദ്ധിച്ചോണം. എത്ര ഹാപ്പി ആയിട്ടാണ് അനു അത് അനൗൺസ് ചെയ്യുന്നത് ഒന്ന് ശ്രദ്ധിച്ചു നോക്കണം. യാതൊരു ജലസിയും ആ ഫേസിൽ ഞാൻ കാണുന്നില്ല. കണ്ടു നോക്കാം. അനീഷ് ടിയെ ബിഗ് ബോസ് മലയാളം. അനീഷാണ്. കണ്ടല്ലോ എത്ര ഹാപ്പി ആയിട്ടാണ് അനു അത് വിളിച്ചു പറയുന്നത്. അപ്പോൾ അനുവിൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു അസൂയോ അല്ലെങ്കിൽ ഒരു ഇയാൾക്ക് എൻ്റെ കൂടെ അവാർഡ് കിട്ടിയോ എന്നുള്ള ചിന്തയോ കാര്യമോ അനുവിൻ്റെ മനസ്സിനകത്തില്ല. പക്ഷെ അനീഷിൻ്റെ റിയാക്ഷൻ, തിരിച്ചു കൊടുക്കുന്ന റിപ്ലൈ നമുക്കൊന്ന് കേട്ടു നോക്കാം. ബിഗ് ബോസ് മലയാളത്തിലെ ഞങ്ങളുടെ അടുത്ത അവാർഡ് ഇവിടെ ഇതാ ഏറ്റുവാങ്ങാനായിട്ട് എത്തുന്നത് പ്രിയങ്ക ചേച്ചി. ട്രോഫി നൽകണം. പ്രിയങ്ക ചേച്ചിയാണ് ട്രോഫി നൽകുന്നത്. അടുത്തതായി ഞങ്ങളുടെ ഡാൻസ് ഗിഫ്റ്റ് നൽകുന്നത് അനുവാണ്. അനീഷിന് നൽകുന്നു. ഇനി അടുത്തതായിട്ട് സർട്ടിഫിക്കറ്റ് നൽകുന്നത് പ്രിയങ്ക ചേച്ചിയാണ്. യെസ് അനീഷ്, എന്താണ് പറയാനുള്ളത് ഞങ്ങളുടെ ഇന്നത്തെ ഈ ഒരു മൊമെന്റിൽ ഈ ഒരു അവാർഡ് ഏറ്റുവാങ്ങി നിൽക്കുമ്പോൾ? ആദ്യം തന്നെ മൈൽ സ്റ്റോൺ മേക്കേഴ്സിനോട് ഒരു നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങാണ്. പിന്നെ ഇവിടെ ഇരിക്കുന്ന 99% ആളുകളെയും ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അതിൻ്റെ ഒരു സന്തോഷമുണ്ട്, ത്രില്ലുണ്ട്. പിന്നെ ഇങ്ങനൊരു അവാർഡിന് എന്നെ പരിഗണിച്ചതിലും എനിക്കത് കിട്ടിയതിലും ഒരുപാട് എന്താ പറയാ, ഞാനിപ്പോ മാനം മുട്ടിയാണ് ഇപ്പൊ നിൽക്കുന്നത്. സത്യത്തിൽ കഴിഞ്ഞ കൊല്ലത്തെ ഈ ഒരു അവാർഡ് ഷോ ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടിരുന്നു. അപ്പോ കണ്ടപ്പോ ഞാനിങ്ങനെ ചിന്തിച്ചിരുന്നു, ഭാവിയിലൊക്കെ എനിക്കും ഇങ്ങനെയൊക്കെ അവാർഡ് കിട്ടുമോ എന്ന് ഞാൻ ചിന്തിച്ചിരുന്നു. അടുത്ത വർഷം തന്നെ, രണ്ടാമത്തെ വർഷം തന്നെ ഈ ഒരു ഷോ നടക്കുമ്പോൾ എനിക്ക് കിട്ടി. അതിലൊരു സന്തോഷമുണ്ട്. അതിനേക്കാളൊക്കെ ഉപരി ബിഗ് ബോസ് എന്ന പ്ലാറ്റ്ഫോമിനോട് നന്ദി പറയുന്നു. കൂടാതെ അനുവിന്റെ കയ്യിൽ നിന്ന് എനിക്ക് അവാർഡ് കിട്ടിയതും ഒരു എന്താ പറയാ, ഒരു സ്വീറ്റ് റിവഞ്ച് പോലെ എനിക്ക് തോന്നുന്നു. ഇറ്റ്സ് ഓക്കെ, ഫണ്ണായിട്ട് പറയുന്നതാണ് കേട്ടോ. ആ ഒരു സെൻസിൽ എടുക്കണം. ആ ഒരു ഡയലോഗ് അനീഷ് അത് പിന്നെ ഫണ്ണായിട്ട് പറഞ്ഞതാട്ടോ. ആ ഒരു സെൻസിൽ എടുക്കണം. ഈ ഫണ്ണായിട്ട് പറയുന്നത് എവിടെയാണ്? ഇത്രയധികം ആൾക്കാരുടെ മുന്നിലാണ്. ഇതിനകത്ത് എന്താണ് സ്വീറ്റ് റിവഞ്ച്? എനിക്കത് മനസ്സിലായില്ല. അനീഷിന് കിട്ടിയ അതേ അംഗീകാരം തന്നെയാണ് ഇവിടെ അനുമോൾക്കും കിട്ടിയത്. അതെങ്ങനെയാണ് ഈ സ്വീറ്റ് റിവഞ്ച് ആവുന്നത്? ഇപ്പോൾ അനുമോളെ പിന്തള്ളിയിട്ട് അനീഷ് എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് സ്വീറ്റ് റിവഞ്ച് എന്ന് പറയാം. രണ്ടുപേരും ഒരേ സമ്മാനം അല്ലെങ്കിൽ ഒരേ കാറ്റഗറിയിൽ വിൻ ചെയ്ത ആൾക്കാർ. അതിൽ അനീഷ് അങ്ങോട്ട് അനുമോൾക്ക് അനുമോദിച്ചിട്ടില്ല. അനുമോൾക്ക് ശിവാംഗി എന്ന് പറയുന്ന ഒരു പ്ലേ ബാക്ക് സിംഗറാണ് മൊമൻറ്റോ കൊടുത്തേക്കുന്നത്. മൊമൻറ്റോ മാത്രമല്ല, ക്രൗൺ വെച്ചതും സർട്ടിഫിക്കറ്റ് കൊടുത്തതും ശിവാംഗി തന്നെയാണ്. ക്രൗണിൽ പ്രീതിയും കൂടി വന്നു എന്ന് മാത്രം. പക്ഷെ അനീഷിന് അനു ഗിഫ്റ്റ് കൊടുത്തു, പ്രിയങ്ക മൊമൻറ്റോ കൊടുത്തു, സർട്ടിഫിക്കറ്റ് കൊടുത്തു. അപ്പോൾ ഇതെങ്ങനെ സ്വീറ്റ് റിവഞ്ച് ആവുന്നത്? ഇതൊരു തരം ഇൻസൾട്ടിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. പേഴ്സണലി എനിക്ക് തോന്നിയത് അങ്ങനെയാണ്. ഇതിനകത്തൊരു സ്വീറ്റ് റിവഞ്ചും ഇല്ല. രണ്ടുപേരും ഒരേപോലത്തെ ഒരേ കാറ്റഗറി അവാർഡിന് അർഹരായ ആൾക്കാർ. ശരിക്കും പറഞ്ഞാൽ ഞാനത് പറയുന്നില്ല, ബാക്കിയേക്കാം. പിന്നെ പ്രിയങ്ക ചേച്ചി ഇത്രയും നാളത്തെ ഒരു
എന്താ പറയാ, ഇത്രയും നാളത്തെ ഒരു സിനിമയിലുള്ള ആളാണ്. അപ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. 2 എമിനന്റ് ലേഡീസിന്റെ ഇടയിൽ നിന്നുകൊണ്ട് എനിക്ക് അവാർഡ് വാങ്ങാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. സ്പെഷ്യലി ഒരിക്കൽ കൂടെ പറയുന്നു, ബിഗ് ബോസ് ആണ് ആരും അറിയാതെ കിടന്ന എന്നെ ഇവിടെ വരെ എത്തിച്ചത്. അതിനുള്ള നന്ദിയും കടപ്പാടും എല്ലാ സമയത്തും എൻ്റെ ഹൃദയത്തിലുണ്ടായിരിക്കും, എൻ്റെ വാക്കുകളുണ്ടായിരിക്കും, എൻ്റെ പേഴ്സണാലിറ്റിയിലുണ്ടായിരിക്കും. ആ മൂന്നാമത് പറഞ്ഞ കാര്യം കയ്യിൽ നിന്ന് പോയി മോനെ, പേഴ്സണാലിറ്റിയിലുണ്ടായിരിക്കും, ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഇതിനകത്ത് 2 എമിനന്റ് ലേഡികളുടെ കയ്യിൽ നിന്ന് ഈ അവാർഡ് മേടിക്കാൻ സാധിച്ചതിൽ അനീഷിന് ഒരുപാട് സന്തോഷമുണ്ടെന്നും പറഞ്ഞു. പിന്നെ എന്തിനാണ് അനീഷ് ഇൻസ്റ്റഗ്രാമിൽ വന്നിട്ട് അത്തരത്തിലൊരു പോസ്റ്റ് ഇട്ടത്? അതായത് ഒരുപാട് സിനിമകളിൽ അഭിനയിച്ച പ്രിയങ്കയും ടെലിവിഷനിൽ കോമഡി ഷോകൾ ചെയ്തിരുന്ന അനുമോളും ചേർന്നാണ് എനിക്ക് അവാർഡ് തന്നത് എന്നൊരു വാചകത്തിൻ്റെ ആവശ്യം എന്തായിരുന്നു അവിടെ? അത് നിങ്ങളുടെ ഉള്ളിലുള്ള ജലസിയാണ് പുറത്തെടുത്ത് കാണിച്ചത്. ഒരുപാട് ആൾക്കാർ ഇതെടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അനീഷ് എത്രമാത്രം അത് മനസ്സിലായിട്ടുണ്ടെന്ന് നമുക്കറിയില്ല. ഞാൻ ശരിക്കും ഈ വീഡിയോ കണ്ടപ്പോഴാണ് മനസ്സിലാക്കുന്നത് എന്തുകൊണ്ട് അനുമോള് അത്രയധികം സ്റ്റോറി ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഇട്ടു. അത്രയധികം ആൾക്കാരുടെ മുന്നിൽ നിന്നാണ് ഇത് പറയുന്നത്. ഞാനോ നിങ്ങളോ ആണെങ്കിൽ ഇത് എങ്ങനെ റിയാക്ട് ചെയ്യും? ഇത്രയും ആൾക്കാരുടെ മുന്നിൽ, അതും സെലിബ്രിറ്റി ഇമേജ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാർ, നടന്മാരായിക്കോട്ടെ, ആങ്കേഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റ് ഇതര മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരായിക്കോട്ടെ, ഇവരുടെ എല്ലാം മുന്നിൽ വെച്ചിട്ടാണ് ഇയാളിത് പറയുന്നത്, ആ പെൺകുട്ടീനെ കൂടെ അടുത്ത് നിർത്തിയിട്ട്. അപ്പോൾ ആ കുട്ടിക്ക് ഉണ്ടാകുന്ന ഒരു മാനസിക വിഷമം ചിന്തിക്കാൻ പറ്റുമോ? അതിൻ്റെ ഫ്രസ്ട്രേഷനാണ് അനു അറ്റ്ലീസ്റ്റ് സ്റ്റോറിയിലൂടെ അവസാനിപ്പിച്ചത്. കഴിഞ്ഞിട്ടില്ല, ബാക്കി കേൾക്കാം. ഇവരുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. അത് ആക്ച്വലി ചോദിച്ചത് നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു അളവ് എത്രയുണ്ട് ഇപ്പോൾ എന്നാണ് ചോദിച്ചത്. പക്ഷെ അനീഷ് അതിനെ വേറെ ലെവലിലേക്ക് കൊണ്ടുപോയി. കണ്ടു നോക്കാം. ഈ സുപ്രഭാതം അനു എന്ന് പറയുന്നത് ഭയങ്കര ഹിറ്റ് ആയിരുന്നു ബിഗ് ബോസിൽ. അല്ല, സുപ്രഭാതം ബിഗ് ബോസ്. സുപ്രഭാതം ബിഗ് ബോസ്. അപ്പൊ അനു നിൽക്കുന്നോണ്ട് സുപ്രഭാതം അനു എന്നൊന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. കാരണം എന്റെ ഐക്കോണിക് ഡയലോഗാണ് സുപ്രഭാതം ബിഗ് ബോസ്. അതുകൊണ്ട് അത് മാറ്റി പിടിച്ചിട്ടൊന്നുമില്ല. എനിക്കോട് ബിഗ് ബോസ് ആണ് ഉയരം തോന്നുന്നു അല്ലേ അനീഷിന്? തീർച്ചയായിട്ടും. വേറെ എന്താണ് അനീഷിന്റെ മനസ്സിലുള്ളത്? ബിഗ് ബോസ് കഴിഞ്ഞാൽ പ്രണയം എന്തിനോടാണ്? ബിഗ് ബോസ് കഴിഞ്ഞാൽ പ്രണയം എനിക്ക് എന്നോട് തന്നെയാണ്. മീര അവിടെ അനീഷിനോട് ചോദിക്കുന്നത് ഈ പ്രണയത്തെക്കുറിച്ച് സംസാരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതാണ് ആദ്യം സുപ്രഭാതം അനു എന്ന് പറയാൻ പറഞ്ഞത്, അവിടേക്ക് എത്തുമോ എന്ന് അറിയാൻ വേണ്ടി. പക്ഷേ അനീഷ് അവിടെ പിടികൊടുത്തില്ല. അത് കഴിഞ്ഞിട്ട് ബിഗ് ബോസ് കഴിഞ്ഞാൽ ആരോടാണ് പ്രണയം ചോദിക്കുന്നുണ്ട്. അവിടെയെങ്കിലും അനുവിൻ്റെ പേര് പറയുമെന്ന് വിചാരിച്ചു. പക്ഷെ പറയില്ല, കാരണം ഇയാൾക്ക് അനുവിനോട് യാതൊരു സ്നേഹവും ഇല്ല. അത് കാണികളായിട്ടുള്ള ബിഗ് ബോസ് പ്രേക്ഷകർക്ക് മനസ്സിലായി കഴിഞ്ഞ കാര്യമാണ്. എപ്പോഴാണ് ബിഗ് ബോസിൽ ഉള്ളപ്പോൾ തന്നെ മനസ്സിലായ കാര്യമാണ്, ഇയാൾ പക്ക ഫേക്കായിട്ടൊരു ഡ്രാമയാണ് അനുവിൻ്റെ മുന്നിൽ കളിച്ചതെന്നുള്ളത്. അത് അനീഷിനെ സ്നേഹിക്കുന്നവർക്ക് എത്രമാത്രം മനസ്സിലായിട്ടുണ്ടെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടുണ്ടോ എന്ന് പോലും നമുക്കറിയത്തില്ല. പക്ഷേ വ്യക്തമായിട്ട് ബിഗ് ബോസ് എന്താണെന്ന് മനസ്സിലാക്കുന്ന ആൾക്കാർക്ക്, ആ ഷോ കണ്ട് ക്ലാരിറ്റി വന്ന ആൾക്കാർ മനസ്സിലാക്കിയിട്ടുണ്ട് അത് ഫേക്കായിട്ടൊരു ഡ്രാമ മാത്രമാണ്. അനുവിനെ ഇട്ടുകൊടുത്തിട്ട് ഒരു സിമ്പതി ക്രിയേറ്റ് ചെയ്യണം അനീഷിന്. പക്ഷെ അത് അനീഷിൻ്റെ കയ്യിൽ നിന്ന് പോയി. ഇതാണ് സംഭവിച്ചത്. പെട്ടെന്ന് പറയുന്നു. അതിനുശേഷം പിന്നെ അവർ റിജക്റ്റ് ചെയ്തതിന് ശേഷം പിന്നെ മൈൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ വന്നപ്പോൾ ആൾക്കാർ അതിനെ കാര്യം പിടികിട്ടിയ ആൾക്കാർക്ക് എന്താണ് അനീഷ് ഉദ്ദേശിച്ചത്, എന്തിനു വേണ്ടിയാണ് ആ പ്രപ്പോസൽ നടത്തിയതെന്നൊക്കെ മനസ്സിലായി. ഇവിടെ മീര പറയിപ്പിക്കാൻ നോക്കുന്നത് എന്തെങ്കിലും ഒരു ഹിൻഡ് കിട്ടുമോ എന്നറിയാൻ വേണ്ടിയാണ്. പക്ഷേ അനീഷ് അവിടെ ഒന്നുമില്ല എന്ന് തന്നെയാണ് പറയുന്നത്. അയാളുടെ മനസ്സിൽ ഒന്നുമില്ല, അന്നുമില്ല, ഇന്നുമില്ല. മനസ്സിലായില്ലേ? ബാക്കി സെൽഫ് ലവില് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സെൽഫ് ലവിലാണ്. സോ ഈ ഒരു മൊമെന്റിൽ മൈൽ സ്റ്റോൺ മേക്കേഴ്സിൽ ഡിജിറ്റൽ മീഡിയ സൂപ്പർ സ്റ്റാർസിന് അറിയാണ് അനു തൊട്ടടുത്ത് നിൽക്കുകയാണ്. ഏറ്റവും കൂടുതൽ കഴിഞ്ഞ വർഷം ആൾക്കാർ തെരഞ്ഞത് നിങ്ങളുടെ രണ്ടുപേരുടെയും പേര് ഒരുമിച്ചിട്ടായിരുന്നു. ഇപ്പൊ എന്താണ് കറന്റ് സ്റ്റാൻഡ്? ഫ്രണ്ട്ഷിപ്പ് ഹൗ സ്ട്രോങ് ആർ യു ഗോയിങ്? ചോദ്യം ശ്രദ്ധിക്കുക. ഫ്രണ്ട്ഷിപ്പ് ഹൗ സ്ട്രോങ് ആർ യു ഗോയിങ്? നിങ്ങളുടെ സൗഹൃദം എത്രമാത്രം സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകുന്നു? അനു അവിടെ ചിരിച്ചുകൊണ്ടാണ് അത് ഫേസ് ചെയ്യുന്നത്. പക്ഷെ അനീഷിൻ്റെ മറുപടി എന്ന് പറയുന്നത് ജസ്റ്റ് പ്രൊഫഷണൽ റിലേഷൻഷിപ്പ് മാത്രം, വേറെ ഒന്നുമില്ല. ഒരു ചെറിയ സൗഹൃദം പോലും ഇല്ല എന്നാണ് അനീഷ് പറഞ്ഞു വെക്കുന്നത്. മനസ്സിലായില്ലേ? ഇയാളിൽ നിന്ന് ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. ഇത്രയും താഴെ പോയി കഴിഞ്ഞ അനീഷ്, ശരിക്കുള്ള അനീഷ് എന്താണെന്നുള്ളത് പുറത്തേക്ക് വന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. അയാളൊരു ഫേക്ക് പേഴ്സൺ ആണ്. കാരണം പുറത്ത് കാണിക്കുന്ന ചിരിക്കുള്ളിൽ വേറൊരു ഫേസ് ഉണ്ട് എന്നുള്ളത് പ്രൂവൺ ആണ്, യാതൊരു സംശയവും വേണ്ട. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, അനീഷിൻ്റെ യഥാർത്ഥ ഫേസ് പുറത്ത് വരാൻ 4 മാസം കൊണ്ട് കുറച്ചൊക്കെ പുറത്ത് വന്നു. ഇനി കുറച്ചുകൂടെ സമയം കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് പുള്ളിക്ക് ഒരുപാട് വേദികൾ കിട്ടാത്തത്? ആൾക്ക് പബ്ലിക്കിനോട് എങ്ങനെ അഡ്രസ്സ് ചെയ്യണമെന്ന് അറിയില്ല. അതാണ് സത്യം. അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു ആളെ നിർത്തിയിട്ട് ഇൻസൾട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഇൻസൾട്ടിങ് എത്തിയിട്ടില്ല, എത്താൻ പോകുന്നേ ഉള്ളൂ. ബാക്കിയോടെ കേൾക്കാം. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രൊഫഷണൽ ബന്ധം മാത്രമേ ഞങ്ങൾ തമ്മിലുള്ളൂ. അത് അങ്ങനെ തന്നെ കൊണ്ടുപോകാനാണ് എനിക്കിഷ്ടം. അതിൽ കൂടുതൽ ഒരു ഇതിലോട്ട് പോകാനായിട്ട് എനിക്ക് ഇഷ്ടമല്ല. ഇപ്പൊ എന്നെ ഇന്റർവ്യൂ ചെയ്ത അഞ്ജന മാഡം അവിടെ ഇരിക്കുന്നു. ആ ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈൻ കട്ട് എന്നുള്ളത്. അത് വീണ്ടും ഞാൻ ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് പറയാണ്, ലൈൻ കട്ട്.
സോ ദാറ്റ് ഒരു പ്രൊഫഷണൽ റിലേഷൻഷിപ്പ്. എനിക്ക് ഒളിവോ മറയോ അല്ലെങ്കിൽ ഒരുപാട് ഓവർ ക്യൂട്ട്നെസ് ഒന്നും വാരി വിതറാനായിട്ട് അറിയില്ല. സോ ഞാൻ പറയുന്നു പ്രൊഫഷണൽ റിലേഷൻഷിപ്പ്. തീർച്ചയായിട്ടും എങ്ങനെയുണ്ട്? ഓവർ ക്യൂട്ട്നെസ് ഒന്നും വാരി വരാൻ അറിയില്ല. അത് ആർക്കിട്ടുള്ള കുത്താണ്. ബോധമുള്ളവർക്ക് മനസ്സിലാവും ആർക്കുള്ള കുത്താണെന്നുള്ളത്. ഇയാളോട് ചോദിച്ചത് എന്താണ്? നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് എത്രമാത്രം സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകുന്നു, പ്രണയമുണ്ടോ എന്നല്ല ചോദിച്ചത്. അതിന് മറുപടി എന്ന് പറയുന്നത് പ്രൊഫഷണൽ റിലേഷൻഷിപ്പ് മാത്രമേ ഉള്ളൂ. വേറെ ഒരു രീതിയിലും ഇവർ തമ്മിൽ ഒരു ബന്ധമില്ല, ഒരു സൗഹൃദം പോലും ഇല്ല. ബിഗ് ബോസിനകത്ത് ഷാനവാസിനെ ബ്രദറായിട്ട് കൺസിഡർ ചെയ്ത അനീഷ് അനുവിനെ പ്രപ്പോസ് ചെയ്തതിന് ശേഷം ഒരു സൗഹൃദം പോലും ഇല്ലെന്ന് പറയുമ്പോൾ അവിടെ തന്നെ പ്രൂവണല്ലേ ആ പ്രപ്പോസലിന് യാതൊരു വാല്യൂ ഇല്ലെന്നുള്ളത്. പ്രപ്പോസലിന് അയാൾ ആ ഷോയ്ക്ക് വേണ്ടി മാത്രം ചെയ്തൊരു നാടകമാണെന്ന് അവിടെ തന്നെ പ്രൂവണല്ലേ. എനിക്ക് പറയാനുള്ളൊരു കാര്യം, അനീഷ് വരുന്ന വേദികളിൽ ഈ ചോദ്യം ആരും ചോദിക്കാതിരിക്കുക. അനുവുമായിട്ട് എന്താണ് ബന്ധമെന്ന് ചോദിക്കാതിരിക്കുക. അയാൾ തുറന്നടിച്ച് പറഞ്ഞു കഴിഞ്ഞു, ഒരു ബന്ധവുമില്ല, ജസ്റ്റ് പ്രൊഫഷണൽ റിലേഷൻഷിപ്പ് മാത്രമേ ഉള്ളൂ എന്ന് അയാൾ തുറന്നടിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഇനിയും അതേക്കുറിച്ച് ചോദിച്ച് എന്തിനാണ് അനുവിനെ ഇൻസൾട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇൻസൾട്ട് ചെയ്യിക്കുന്നത്? എനിക്കതാ മനസ്സിലാവാത്തത്. അത് കഴിഞ്ഞു. അയാൾ തന്നെ പറഞ്ഞു ലൈൻ കട്ട് എന്ന് അയാൾ തന്നെ പറയുന്നുണ്ട്. വെറുതെ ചോദിച്ച് ഇപ്പുറത്തേക്കുന്ന ആളെ മറ്റുള്ളവരുടെ മുന്നിൽ ഒരു എന്താ പറയുക കോമഡി പീസാക്കി മാറ്റരുത്. എനിവേ, എന്തുകൊണ്ടാണ് അനു ആ സ്റ്റോറി ഇട്ട് അത്രമാത്രം ഇറിറ്റേറ്റഡ് ആയിട്ട് സ്റ്റോറി ഇട്ടെന്നുള്ളത് ഈ വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായത്. ഇറിറ്റേറ്റഡ് ആവും. കാര്യം ഏതൊരാളും, ഞാനാണെങ്കിൽ പോലും ഇത്തരത്തിലുള്ളൊരു റിയാക്ഷൻ വരുമ്പോഴേക്കും ഇറിറ്റേറ്റഡ് ആവും. നിങ്ങളായാലാവില്ലേ? മനുഷ്യരായിട്ടുള്ള ഏതൊരാൾക്കും ആ ഒരു ഫീലിംഗ് ഉണ്ടാവും. ഇനി നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.